നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും എമ്പുരാൻ്റെ 2 പൂട്ട് തുറന്നു. ആൻഡ്രിയ തിവാദറും പിന്നെ നമ്മുടെ സ്വന്തം മഞ്ജു വാര്യറും. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ ക്യാരക്ടർ റിവീലിംഗ് ആയിട്ട് വന്നത്. ഒരാൾ പറഞ്ഞു, നമുക്കറിയാം മലയാളിയല്ല, മറ്റൊരു ഭാഷയിലെ നടിയാണ്. പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മികവിനെക്കുറിച്ചും ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെയും ആ ഒരു അഭിമാനകരമായ മുഹൂർത്തം നമ്മളോട് പങ്കുവച്ചു. പിന്നെ സ്വന്തം ക്യാരക്ടറിനെ കുറിച്ചും സിനിമയിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുമൊക്കെ നമുക്ക് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമതായിട്ട് വന്നതാണ് മഞ്ജു വാര്യർ. നമുക്കറിയാം പ്രിയദർശിനി രാംദാസ് ലൂസിഫർ എന്ന സിനിമയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. കാര്യം PK രാംദാസിൻ്റെ മകൾ, ഈ രാംദാസിൻ്റെ പൊളിറ്റീഷ്യനിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയോട് ഏറ്റവും അധികം ശത്രുത പുലർത്തിയ ആൾ, ഒരു മകളും കൂടിയുണ്ട്. അന്ന് സെക്കൻഡ് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് മകൾക്കുണ്ടായ ആ ബുദ്ധിമുട്ടറിഞ്ഞ് ആകെ ഞെട്ടിപ്പോയ വ്യക്തി. അങ്ങനെ ഒടുവിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അന്ന് ആ കാലത്ത് ഞാനില്ലെങ്കിൽ നിനക്ക് ചെന്നെത്താടൊരു സ്ഥലമെന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊടുത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ അന്വേഷിച്ചിറങ്ങുന്ന പ്രിയദർശിനി രാംദാസ്. ആ പ്രിയദർശിനി രാംദാസ് എമ്പുരാനിലും ഉണ്ട്. ആ ഒരു സിനിമ നമുക്കറിയാം. പ്രിയദർശിനി രാംദാസ് മാത്രമല്ല, ജാൻവി സാനിയ അയ്യപ്പനും ഈ സിനിമയിലുണ്ട്. അപ്പോൾ അന്നത്തെ ആ കൗമാരക്കാരിയുടെ അമ്മ മാറി ഇന്ന് കുറച്ചുകൂടി എന്താണ് ഒരു യുവതിയുടെ അമ്മയായിട്ട് ആ ക്യാരക്ടറായിരിക്കും. എന്തായാലും മകളുണ്ടല്ലോ, മകളും ഉണ്ട്, അമ്മയും ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എമ്പുരാനിലും പ്രധാനമായ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിനെ കുറിച്ചും ക്യാരക്ടറിൻ്റെ എന്താണ് അഭിനയിച്ച ആ സമയത്തുള്ള എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തു. അതോടൊപ്പം തന്നെ പറഞ്ഞു എന്താണ് മാർച്ച് 27 എല്ലാവരും ചിത്രം കാണാൻ പോകുന്ന ഒരു എന്താണ് ഏറ്റവും നല്ല ഒരു എഫേർട്ട് എടുത്ത ചിത്രം, നല്ല ചിത്രമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ ഇനിയൊരു 3-4 ക്യാരക്ടേഴ്സും കൂടിയേ റിവീൽ ആവാനുള്ളൂ. എന്തായാലും നമുക്ക് പ്രിയദർശിനി രാംദാസിനെയും ഇന്ന് കണ്ടു. അപ്പോൾ എമ്പുരാന് വേണ്ടി മാർച്ച് 27 എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എമ്പുരാൻ്റെ ഒരു കാലം, മാർച്ച് 27 മുതൽ തുടങ്ങുന്ന എമ്പുരാൻ്റെ കാലത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കാത്തിരിക്കാം.